നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇപ്പോ നിലവിൽ വന്ന കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പലരും ലൈക്ക് ചെയ്യാറില്ല. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ കോഡിന്റെ രൂപത്തിലാണ് മന്ത്രിമാരും വകുപ്പുകളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്താഴെ കമന്റ് ചെയ്താൽ മതി. PDF ഞാൻ എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോ മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരാണ് നമ്മുടെ മന്ത്രിസഭയിലുള്ളത്. മുഖ്യമന്ത്രി അടക്കം എത്ര മന്ത്രിമാർ? 21 മന്ത്രിമാർ. നിലവിലെ കേരള മുഖ്യമന്ത്രി ആരാണ്? VD സതീശൻ. കേരളത്തിന്റെ 24ാമത്തെ മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയും കൂടിയാണ് ആര്? VD സതീശൻ. ആ പോയിന്റ് ഓർക്കുമല്ലോ. ഇദ്ദേഹമാണ് മെയിൻ ആയിട്ടുള്ള ആള്. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെയും ഇദ്ദേഹത്തിന്റെ കൈകളിലാണ് എന്ന് ഓർക്കുക. ധനം, പൈസ വേണ്ടേ, കാശ് വേണ്ടേ? അപ്പൊ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇദ്ദേഹമാണ്. തുറമുഖം ഇദ്ദേഹത്തിന്റെ കീഴിലാണ്. നിയമം ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കീഴിലാണ്. അപ്പൊ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം, റെയിൽവേ, നികുതി, ട്രഷറി, ലോട്ടറി, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ദുരന്ത നിവാരണം, പിന്നെ മറ്റ് മന്ത്രിമാർക്ക് കൊടുത്തിട്ടില്ലാത്ത വകുപ്പുകളൊക്കെയും ആരുടെ കീഴിലാണ്? VD സതീശൻ അഥവാ നമ്മുടെ നിലവിലെ കേരള മുഖ്യമന്ത്രിയുടെ കീഴിലാണെന്ന് ഓർക്കുമല്ലോ. ഓക്കെ, ഇത് ഞാൻ പ്രത്യേകിച്ച് കോഡിന്റെ രൂപത്തിൽ ഒന്നും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്കറിയാം VD സതീശൻ ഇപ്പോ നിലവിലെ കേരള മുഖ്യമന്ത്രിയാണ്. 24ാമത്തെ കേരള മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തി. ഇദ്ദേഹത്തിന്റെ കീഴിലാണ് പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും എന്ന് ഓർക്കുക. അടുത്ത എല്ലാ മന്ത്രിമാർക്കും കോഡുണ്ട്. ഇദ്ദേഹത്തിന്റെ കാര്യം ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അറിയാന്നുള്ള പോയിന്റ് ആണ്. കാരണം ഇത്രയും ദിവസങ്ങളിലായിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കൂടെയും പത്രങ്ങളിൽ കൂടെയും അതുപോലെ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അറിയുന്ന കാര്യമാണ്. അടുത്ത വ്യക്തിയിലേക്ക് പോകാം. രമേശ് ചെന്നിത്തല. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? ആഭ്യന്തരം. ഇദ്ദേഹമാണ് നമ്മുടെ ഹോം മിനിസ്റ്റർ, ആഭ്യന്തര മന്ത്രി. അപ്പൊ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് കോഡ് പറഞ്ഞു തരട്ടെ. ആഭ്യന്തരം എന്ന് പറയുമ്പോൾ പോലീസ് അല്ലേ? പോലീസുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? നമ്മൾ സാധാരണ ഈ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും ചെന്ന് തലയിടാറില്ല. ഉണ്ടോ? നമ്മൾ അങ്ങോട്ട് ചെന്ന് ഒന്നിലും തലയിടാറില്ല എന്ന് ഓർത്താ മതി. അപ്പൊ പോലീസുമായിട്ട് കണക്ട് ചെയ്താൽ ആഭ്യന്തര വകുപ്പ്, വിജിലൻസ്, ജയില്, അഗ്നിരക്ഷാ സേന ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് കിട്ടും? രമേശ് ചെന്നിത്തല. പോയി കയറ് പിടിക്കണ്ട, അല്ലെങ്കിൽ പോയി ആപത്തിലൊന്നും ചെന്ന് ചാടണ്ട, അതും പോലീസുമായിട്ട് ബന്ധപ്പെടുത്തി വെച്ച കയറും ആരാണെന്ന് കിട്ടും? രമേശ് ചെന്നിത്തലയാണെന്ന് കിട്ടും. അപ്പൊ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ചെന്ന് തലയിടരുത്. അപ്പൊ ആഭ്യന്തരം കിട്ടിയല്ലോ, ഓർക്കുമല്ലോ. അപ്പൊ രമേശ് ചെന്നിത്തലയാണ് നമ്മുടെ ഹോം മിനിസ്റ്റർ അഥവാ ആഭ്യന്തര വകുപ്പ് മന്ത്രി. സെറ്റല്ലേ? അടുത്തയിലേക്ക് പോകാം. PK കുഞ്ഞാലിക്കുട്ടി. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? വ്യവസായം, വാണിജ്യം, IT, ടെക്സ്റ്റൈൽസ്. പ്രധാനമായിട്ടും വ്യവസായം, വാണിജ്യം എന്നിവയാണ് ഓർക്കേണ്ടത്. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ കട കളിക്കാറില്ലേ? അതായത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് കുട്ടികളുമായിട്ട് ഇങ്ങനെ പൈസയായിട്ട് പേപ്പറിൽ ഇങ്ങനെ പൈസയൊക്കെ ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട്. പേപ്പറിൽ ഇങ്ങനെ 10 രൂപ 20 രൂപ എന്നൊക്കെ എഴുതിയിട്ട് ആ പൈസ കൊടുക്കുമ്പോഴത്തേക്കും സാധനമായിട്ട് വെക്കുന്നത് മണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എണ്ണയായിട്ടൊക്കെ നമ്മൾ ഈ ചെമ്പരത്തി പൂ ഇങ്ങനെ ഒരച്ച എണ്ണയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കട കളിക്കാറുണ്ട്. അപ്പൊ കുട്ടിയായിരിക്കുമ്പോഴേ നമ്മള് വാണിജ്യവും വ്യവസായവും ഒക്കെ നല്ല താല്പര്യമുള്ള കേസായിരുന്നു. മുതിർന്നവര് പൈസ കൈകാര്യം ചെയ്യുന്നത് കണ്ടു വളർന്നപ്പോ നമുക്കും അങ്ങനെ ചെയ്യണം എന്ന താല്പര്യത്തോടു കൂടി അത് നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോഴേ നമ്മൾ കുട്ടിയാകുമ്പോ ഇങ്ങനെ ഈ കടയൊക്കെ കളിക്കുന്നത്. അപ്പൊ കുട്ടിയായിരിക്കുമ്പോ തന്നെ വാണിജ്യത്തിലും വ്യവസായത്തിലും നമുക്ക് എല്ലാവർക്കും എന്തുണ്ടായിരുന്നു? താല്പര്യമുണ്ടായിരുന്നു എന്നോർത്താൽ കുഞ്ഞാലിക്കുട്ടി, വ്യവസായം, വാണിജ്യം എന്നത് സിമ്പിൾ ആയിട്ട് കിട്ടും.
ഓക്കെ, അപ്പൊ ഇപ്പൊ 3 പേരെ പറഞ്ഞു. നമ്മുടെ നിലവിലെ കേരള മുഖ്യമന്ത്രി VD സതീശൻ, അദ്ദേഹമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. പൊതുഭരണം, നിയമം, അതുപോലെ തുറമുഖം, ധനകാര്യത്തിന് വേറെ മന്ത്രിയില്ല, VD സതീശൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെ ആളെ പറഞ്ഞു ചെന്നിത്തല, പോലീസിന്റെ കാര്യത്തിലൊന്നും തലയിടരുത്, അത് നമുക്ക് പിന്നെ ഒരു ഏണിയാവും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അപ്പൊ തല, ആഭ്യന്തരം, വിജിലൻസ്, അഗ്നിശമന അതൊക്കെ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. PK കുഞ്ഞാലിക്കുട്ടി, കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് വാണിജ്യവും വ്യവസായവും ഒക്കെ നല്ല താല്പര്യമാണ്. അത് ഓർത്തു കഴിഞ്ഞാൽ PK കുഞ്ഞാലിക്കുട്ടി വാണിജ്യം വ്യവസായം കിട്ടും. സെറ്റ് അല്ലേ? ഇത്രയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDCയുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ജൂൺ 1 നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ബാച്ചിന്റെ ക്ലാസ്സുകൾ സക്സസ്ഫുള്ളി റണ്ണിംഗ് ആണ്. അതിലേക്കുള്ള അഡ്മിഷൻ എല്ലാം ക്ലോസ് ആയി. അപ്പൊ ഒരുപാട് പേർക്കൊന്നും ഫസ്റ്റ് ബാച്ചിൽ കയറാൻ പറ്റിയില്ല. അപ്പൊ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നു. ജൂൺ 1 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഈ കോഴ്സിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് നോട്ട് പ്രിന്റ് എടുക്കാനും പറ്റും. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ ഞാൻ എങ്ങനെയൊക്കെയാണ് പഠിച്ചത്, എന്റെ നോട്ട് എന്തൊക്കെയായിരുന്നു, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. അതുപോലെ ക്ലാസും നോട്ടും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ പഴയ SCRT, പുതിയ SCRT, ചാപ്റ്റർ വൈസ് NCRT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഉണ്ടായിരിക്കും. ടൈം ടേബിൾ അനുസരിച്ചാണ് ക്ലാസ് പോകുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ്. ശനി ഞായറും ആ ഒരാഴ്ച, തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കും. ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതിയിലാണ്. മന്ത്ലി റിവിഷൻ ഉണ്ട്, വീക്ക്ലി റിവിഷൻ ഉണ്ട്, ടോപ്പിക് വൈസ് എക്സാം ഉണ്ട്. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന പാക്കേജ് ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ഡയറക്ട്ലി എപ്പോ വേണമെങ്കിലും ആപ്പിൽ ചോദിച്ച് മനസ്സിലാക്കാനും പറ്റും. ഒരു സർക്കാർ ജോലി നേടിയെടുത്ത വ്യക്തിയോടൊപ്പം പഠിക്കൂ, ട്രിക്കൊക്കെ മനസ്സിലാക്കൂ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലിയിൽ കയറാനും സാധിക്കട്ടെ. ഓക്കെ, അപ്പോ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും ഒക്കെ കിട്ടും, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. LGS മുതൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് വരെയുള്ള ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിൽസ്, കോഴ്സിന്റെ ഡീറ്റെയിൽസും കിട്ടും. യൂണിഫോം, ജോബ്സ്, +2 ലെവൽ എല്ലാം ഉണ്ട് കേട്ടോ. അടുത്തയിലേക്ക് പോകാം. അടുത്തത് സണ്ണി ജോസഫ്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനർട്ട്. എങ്ങനെ ഓർക്കാം? സണ്ണി എന്നുള്ളതിൽ നിന്ന് സണ്ണിങ് എടുക്കാം. അപ്പോ സൺ, വൈദ്യുതി, സോളാർ എനർജി കണക്ട് ചെയ്തൂടെ? സണ്ണിൽ നിന്ന് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? സോളാർ എനർജി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചൂട് വെച്ചിട്ട് എനർജി, ആ ഒരു എനർജി വെച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ലേ? അങ്ങനെ കിട്ടുന്ന വൈദ്യുതി എന്ന് പറയുന്നത് പരിസ്ഥിതി സൗഹൃദമല്ലേ? അങ്ങനെ കണക്ട് ചെയ്യാലോ. അത് രണ്ടേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. വൈദ്യുതി, പരിസ്ഥിതി. സണ്ണി ജോസഫ് എളുപ്പത്തിൽ കിട്ടും. പിന്നെ ഇതും കൂടി ഒന്ന് ഓർത്തിരുന്നോളൂ. പാർലമെന്ററി കാര്യം, അനർട്ട്. പ്രധാനമായിട്ടും വൈദ്യുതി, പരിസ്ഥിതിയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. വൈദ്യുതി, പരിസ്ഥിതി സണ്ണി ജോസഫ് ആണ്. അപ്പൊ സൺ, വൈദ്യുതി, പരിസ്ഥിതിക്ക് സൗഹാർദ്ദപരമായ രീതിയും കൂടിയാണ്. സെറ്റ് അല്ലേ? അടുത്തയിലേക്ക് പോകാം. K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നത് ആരെ കാണാനാണ്? ദൈവത്തെ കാണാനാണ്. നമ്മുടെ വിഷമങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ദൈവത്തെ കാണാൻ അമ്പലത്തിലല്ലേ പോകുന്നത്? അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയി കൃഷ്ണനെ കണ്ടു എന്ന് ഓർത്താ മതി. ആരോഗ്യം മോശമായപ്പോൾ അമ്പലമല്ലേ ദേവസ്വം. ആരോഗ്യം മോശമായപ്പോൾ ആരെ കണ്ടു? മുരളി കൃഷ്ണനെ കാണാൻ പോയി. എളുപ്പത്തിൽ കിട്ടത്തില്ലേ? അപ്പൊ K മുരളീധരൻ ആരോഗ്യം മോശമായപ്പോ എവിടെ പോയി? അമ്പലത്തിലാണ് പോയത്. ആരെ കാണാൻ? കൃഷ്ണനെ കാണാൻ. ആരോഗ്യം മോശമായപ്പോൾ അമ്പലത്തിൽ പോയി കൃഷ്ണനെ കാണാൻ. മുരളി കൃഷ്ണൻ. ഓക്കെ, അത്രയും ഓർക്കാം. സെറ്റ് അല്ലേ? അപ്പം വേറെ ഒന്നും ഇവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ മന്ത്രിമാരും വകുപ്പുകളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് AP അനിൽകുമാർ. ഇദ്ദേഹം റവന്യൂ, സർവേ, ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണ മന്ത്രിയാണ്. റവന്യൂ മന്ത്രി, സർവേ, ഈ മണ്ണും ഇതൊക്കെ അളക്കുന്നത് ഒന്ന് ഓർത്താ മതിയേ. അനിൽ എന്നുള്ളത് അണ്ണാനിലേക്ക് കണക്ട് ചെയ്താൽ, ശ്രദ്ധിച്ചു കേൾക്കുക, അണ്ണാനിലേക്ക് കണക്ട് ചെയ്താൽ അണ്ണാൻ എപ്പോഴും താഴത്തുകൂടിയല്ലേ, അതായത് മണ്ണിക്കൂടിയല്ലേ ഓടി നടക്കുന്നത്. അപ്പൊ മണ്ണിക്കൂടി ഓടി നടന്ന് അവിടെ സർവേ ഫുള്ള് അണ്ണാൻ ചെയ്തു. ആര് ചെയ്തു? അണ്ണാൻ. അപ്പൊ അണ്ണാൻ എന്നുള്ളത് അനിലിലേക്ക് കണക്ട് ചെയ്ത് വെച്ചാൽ മണ്ണ്, ലാൻഡ്, അതുപോലെ സർവേ എല്ലാം കിട്ടും.
അപ്പൊ റവന്യൂ കിട്ടും, ലാൻഡ് സർവേ അത് റെക്കോർഡ്സ് കിട്ടും, ഭൂപരിഷ്കരണം, എല്ലാം ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അണ്ണാൻ അനിൽ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്തയിലേക്ക് പോകാം. PC വിഷ്ണുനാഥ്, ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാ? ടൂറിസം, സാംസ്കാരികം. നമ്മുടെ അടുത്ത് ഒരു പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവിടേക്ക് ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പ്രശസ്തമായ ക്ഷേത്രമാകുമ്പോൾ അത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗവുമാണ്. അവിടേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണു ഭഗവാനെ കാണാൻ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നു. അത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗവുമാണ്. കിട്ടിയല്ലോ? PC വിഷ്ണുനാഥ്, ടൂറിസം, സാംസ്കാരികം. സെറ്റ് അല്ലേ? അടുത്തയിലേക്ക് പോകാം. M ലിജു, സഹകരണം, എക്സൈസ്. M ലിജു കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? സഹകരണം, എക്സൈസ് എന്നിവ ഓർക്കുക. ലിജുവിന്റെ സഹകരണത്തോടെ എക്സൈസ് സംഘം മദ്യശാലകൾ പൂട്ടിച്ചു എന്നോർത്താ മതി. ആരുടെ സഹകരണത്തോടെയാണ്? ലിജുവിന്റെ സഹകരണത്തോടെ എക്സൈസ് എന്ന് പറയുമ്പം മദ്യമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പോൾ എക്സൈസുകാര് അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥര് മദ്യശാലകൾ എന്ത് ചെയ്തു? പൂട്ടിച്ചു. ആരുടെ സഹായത്തോടെയാണ്? ലിജുവിന്റെ സഹകരണത്തോടെ. അപ്പൊ സഹകരണം, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? M ലിജു ആണ്. M ലിജു. ഓക്കെ, അടുത്ത നോക്കാം. റോജി M ജോൺ, ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസം. ഇദ്ദേഹത്തെ കണ്ടിട്ടേ ഒരു എബ്രോഡൊക്കെ പോയി പഠിക്കാൻ താല്പര്യമുള്ള ഒരാളെ പോലില്ലേ? നിങ്ങൾ അങ്ങനെ വിചാരിക്കുക. അപ്പൊ ഇദ്ദേഹത്തെ കണ്ടിട്ട് എബ്രോഡൊക്കെ പോയി പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഇദ്ദേഹത്തിന്റെ പേരാണ് റോജി. അപ്പൊ റോജിക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ റോജിക്ക് ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പാണ് നൽകിയിരിക്കുന്നത്. ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസം. റോജിക്ക് ഹയർ സ്റ്റഡീസിന് പുറത്തുപോയി പഠിക്കാൻ വളരെ ആഗ്രഹമാണ് എന്ന് ഓർത്താൽ മതി. റോജി ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസമാണെന്ന് എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അടുത്തത് നോക്കാം. T സിദ്ദിഖ്, കൃഷി, മണ്ണ് സംരക്ഷണം. സിദ്ദിഖ് നല്ലൊരു കർഷകനാണ്. സിദ്ദിഖാരാണ്? നല്ലൊരു കർഷകനാണ്. അപ്പൊ സിദ്ദിഖാരാണ്? നല്ലൊരു കർഷകനാണ്. അപ്പൊ കൃഷി, മണ്ണ് സംരക്ഷണം ആരാണ്? സിദ്ദിഖാണ് കൈകാര്യം ചെയ്യുന്നത്. കർഷകന് മണ്ണ് സംരക്ഷിച്ചല്ലേ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമല്ലേ നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റത്തുള്ളൂ അദ്ദേഹം നട്ട കാര്യങ്ങളൊക്കെ. അപ്പൊ T സിദ്ദിഖ് നല്ലൊരു കർഷകനാണ്. മണ്ണ് സംരക്ഷണത്തിന് അദ്ദേഹം എപ്പോഴും മുൻകൈ എടുക്കാറുണ്ട്. അപ്പൊ കൃഷി, മണ്ണ് സംരക്ഷണം T സിദ്ദിഖിലേക്ക് ഓർക്കുക. അടുത്തത് OJ ജനീഷ്, കായികം, യുവജനകാര്യം. നിങ്ങൾക്ക് OM നമ്പിയാരെ അറിയാമോ? ആരാണ്? PT ഉഷയുടെ കോച്ച് അല്ലേ OM നമ്പിയാർ. അദ്ദേഹം കായികവുമായി ബന്ധപ്പെട്ട വ്യക്തിയല്ലേ. അങ്ങനെ ഓർത്താ പോരെ. OJ ജനീഷ് OM നമ്പിയാറിലേക്ക് ഓർത്തു കഴിഞ്ഞാൽ കായികം, യുവാവായി ഇരിക്കുമ്പോഴാണ് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ വരുന്നതല്ലേ. അപ്പൊ യുവജനകാര്യം, കായികം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? OJ ജനീഷ് ആണ്. OJ ജനീഷ്. OM നമ്പിയാരെ ഓർത്താ മതി. ഓക്കെ, അടുത്തത് N ഷംസുദ്ദീൻ, പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം. നമ്മുടെ സ്കൂളിന്റെ അടുത്ത് ഒരു സ്റ്റേഷനറി കട നടത്തുന്ന ഒരു ചേട്ടനാണ് ഷംസുദ്ദീൻ ചേട്ടൻ. അപ്പൊ ഇദ്ദേഹം ഉണ്ടല്ലോ സ്കൂളിന്റെ അടുത്തല്ലേ കട നടത്തുന്നത്. അപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, പാവപ്പെട്ട പിള്ളേർക്കൊക്കെ എപ്പോഴും പുസ്തകങ്ങളും മിഠായിയും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോ എന്തിനു പോകുന്ന കുട്ടികൾക്ക്? പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പാവം തോന്നിയിട്ട് അവർക്ക് പാവപ്പെട്ട ആൾക്കാരാണ്. ന്യൂനപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനോറിറ്റീസ് ആണ്. അപ്പൊ പാവപ്പെട്ട ആൾക്കാരിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്യാണ്. അപ്പൊ പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ മിഠായിയും പുസ്തകങ്ങളും ഒക്കെ നമ്മുടെ സ്കൂളിന്റെ അടുത്ത് കട നടത്തുന്ന ആര്? ഷംസുദ്ദീൻ ചേട്ടൻ കൊടുക്കാറുണ്ട്. ഷംസുദ്ദീൻ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾക്ക്, പാവം പിടിച്ച കുട്ടികൾക്ക് കുറച്ച് സഹായമൊക്കെ ഈ ചേട്ടൻ ചെയ്യാറുണ്ട് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അടുത്ത നോക്കാം. KM ഷാജി, ഇദ്ദേഹം തദ്ദേശ നഗരാസൂത്രണം, ഗ്രാമവികസനം. നിങ്ങൾ ആട് എന്ന ഫിലിം കണ്ടിട്ടുണ്ടല്ലോ. ആട് 3 ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ ആടില് ജയസൂര്യ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേരാണ് ഷാജി പാപ്പൻ. ഈ ഷാജി പാപ്പനും പിള്ളേർക്കും ഗ്രാമത്തിൽ നിന്നും നഗരത്തിൽ പോയി താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് ഓർത്താൽ മതി. അപ്പോ ഗ്രാമം തദ്ദേശം, നഗരം നഗരാസൂത്രണം, ഗ്രാമവികസനം. അപ്പൊ ഗ്രാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഷാജി പാപ്പന്റെ കയ്യിൽ കൊടുക്കാം.
അപ്പൊ ഷാജി പാപ്പനും പിള്ളേർക്കും ഗ്രാമത്തിൽ നിന്നും എങ്ങോട്ടേക്ക് പോകുന്ന ഇഷ്ടമാണ്? നഗരത്തിലേക്ക്. അപ്പൊ ഗ്രാമം, തദ്ദേശം, ഗ്രാമവികസനം, നഗരം, നഗരാസൂത്രണം. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോകാം. P.K. ബഷീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. പൊതുമരാമത്ത് എന്ന് പറയുമ്പോൾ റോഡ്, പാലം എന്നിവയൊക്കെയാണ്. അപ്പൊ നമുക്ക് P.K. ബഷീറിനെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ട് കണക്ട് ചെയ്താൽ, വൈക്കം മുഹമ്മദ് ബഷീർ ധാരാളം യാത്ര ചെയ്യുന്ന ആളായിരുന്നേ. അപ്പൊ അദ്ദേഹം നടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള റോഡുകളൊക്കെ സർക്കാർ മുൻകൈയെടുത്ത് നന്നാക്കിയിട്ടുണ്ട്. അപ്പൊ ബഷീർ, റോഡ് എന്നിവയിൽ കണക്ട് ചെയ്ത പൊതുമരാമത്ത് ബഷീർ ആണെന്ന് കിട്ടുമല്ലോ. പൊതുമരാമത്ത് എന്ന് പറയുമ്പോൾ റോഡ്, പാലം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ബഷീർ നടന്നു പോയ, വൈക്കം മുഹമ്മദ് ബഷീറിനെ ഞാൻ പറഞ്ഞ, ബഷീർ നടന്നു പോയ റോഡുകളും പാലങ്ങളും ഒക്കെ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നന്നാക്കി. അപ്പൊ ബഷീർ റോഡിലേക്ക് കണക്ട് ചെയ്താൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണെന്ന് ഈസിലി കിട്ടും. ഓക്കെ, അപ്പൊ P.K. ബഷീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കാര്യം ഇടയ്ക്ക് മറന്നു പോകരുത്. LDCയുടെ പുതിയ ബാച്ചാണ്. LDCയുടെ ബാച്ച് എടുത്താൽ തന്നെ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏത് പരീക്ഷയായാലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഏത് പരീക്ഷയായാലും നിങ്ങൾക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് പെട്ടെന്ന് പോകുന്ന ബാച്ച് ഒന്നുമല്ല. ഒരു ദിവസം 2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2.5 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ തരത്തുള്ളൂ. അത് വൃത്തിക്ക് പഠിച്ചു പോയാൽ മതി. നമുക്ക് സമയമുണ്ട്. അടുത്ത വർഷം പകുതിയൊക്കെ ആകുമ്പോഴേ പരീക്ഷ കാണത്തുള്ളൂ. അപ്പൊ നേരത്തെ തുടങ്ങുന്നവർക്ക് മാത്രമേ 100-ൽ ഒരാളാകാൻ പറ്റൂ, അല്ലെങ്കിൽ 50-ൽ ഒരാളാകാൻ പറ്റൂ. ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ എപ്പോഴും നോക്കുക. അവർ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല. അവർ നേരത്തെ പ്ലാൻ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാനിങ്ങും സ്റ്റഡി പ്ലാനും വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാൻ പോവാണ്. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി. ഞാൻ പറയുന്നത് പോലെ കേട്ട് പോയി കഴിഞ്ഞാൽ സക്സസ് ഉറപ്പാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. VE അബ്ദുൾ ഗഫൂർ ഫിഷറീസ് സാമൂഹിക നീതി. നാടോടിക്കാറ്റ് സിനിമ കണ്ടോ? ഗഫൂർ കാ ദോസ്ത്. അപ്പൊ ഗഫൂറിന് കടല് വഴിയാണ് അവരെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞത്? ഗൾഫിലേക്ക്, ദുബായിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞതല്ലേ? അപ്പൊ ഗഫൂർക്ക് കടല് മാർഗമല്ലേ, ഫിഷറീസ്. പക്ഷെ ഗഫൂർക്ക് അവരോട് നീതി ഉണ്ടായിരുന്നോ? ഇല്ല. അവരെ എവിടെ ഇറക്കി വിട്ടത്? ദാസനെയും വിജയനെയും മദ്രാശി പട്ടണത്തിലല്ലേ ഇറക്കി വിട്ടത്. അപ്പൊ ഗഫൂർക്ക ദാസനോടും വിജയനോടും എന്ത് കാണിച്ചില്ല? നീതി കാണിച്ചില്ല. അപ്പൊ ഫിഷറീസ് സാമൂഹിക നീതി VE അബ്ദുൾ ഗഫൂർ ആണെന്ന് കിട്ടുമല്ലോ, ഈസിലി കിട്ടുമല്ലോ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. മോൻസ് ജോസഫ് ജലവിഭവം ജലവിതരണം. അപ്പൊ മോൻസ് എന്നുള്ളത് മൺസൂണിലേക്ക് കണക്ട് ചെയ്താൽ, മൺസൂൺ മഴ പെയ്യുമ്പോൾ നല്ല ജലം കിട്ടത്തില്ലേ? അപ്പൊ ജലവിഭവം ജലവിതരണം, അത്രയേ ഉള്ളൂ. മോൻസ് മൺസൂണിലേക്ക് കണക്ട് ചെയ്യുക, ജലവിഭവം ജലവിതരണം മോൻസ് ജോസഫ് ആണെന്ന് ഈസിലി കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ മോന് മഴയത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് ഓർത്താലും മതി. മോൻ, മഴ, ജലം, അങ്ങനെയും കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത നോക്കിയാലോ. അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്. GR അനിൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് ഇപ്പോ ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അനൂപ് ജേക്കബ്. എങ്ങനെ ഓർക്കാം? അനൂപ് നല്ല ഭക്ഷണ പ്രിയനാണെന്ന് ഓർത്താൽ മതി. ആരാണ്? അനൂപ് നല്ല ഫുഡ് അടിക്കും, നല്ല ഫുഡിയാണ്. അപ്പോൾ നല്ല ഭക്ഷണപ്രിയനാണ് അനൂപ്. അപ്പൊ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് അനൂപ് ജേക്കബ് എന്ന് ഈസിലി കിട്ടത്തില്ലേ? ഓക്കെ, പറയുമ്പോൾ എന്ത് ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചു കഴിയുമല്ലോ. ഇനി നമ്മുടെ നോട്ടും കൂടെ വായിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, അടുത്ത് നോക്കാം. KA തുളസി പട്ടികജാതി പിന്നാക്ക ക്ഷേമ വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? KA തുളസി. അപ്പൊ തുളസി എന്നത് നമുക്ക് അമ്പലവുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ അമ്പലത്തിലെ ഒരു പട്ടിക അല്ലെങ്കിൽ നമുക്ക് പൂജാ സാധനങ്ങളൊക്കെ വേണ്ട ഒരു പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അതില് തുളസി എന്തായാലും ഉണ്ടാകും. അപ്പോ അമ്പലങ്ങളിലെ പൂജാ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്യാനുള്ള പട്ടിക നോക്കിക്കഴിഞ്ഞാൽ തുളസി എന്തായാലും ആ പട്ടികയിൽ ഉണ്ടാകുമല്ലോ. തുളസി പട്ടികയിൽ എന്തായാലും, പട്ടിക അഥവാ ലിസ്റ്റിൽ എന്തായാലും ഉണ്ടാകും. അപ്പൊ പട്ടികജാതി പിന്നാക്ക ക്ഷേമം ആരാണ്? തുളസിയാണ്. KA തുളസി. അപ്പൊ ഈ മന്ത്രിസഭയില് ഇപ്പോ നിലവിലെ മന്ത്രിസഭയിൽ എത്ര വനിതാ മന്ത്രിമാരാണുള്ളത്? 2 വനിതാ മന്ത്രിമാരാണുള്ളത്. അതിൽ ഒരാൾ ആരാണ്? KA തുളസിയാണ്. രണ്ടാമത്തെ ആളാണ് ഇനി പറയാൻ പോകുന്നത് ബിന്ദു കൃഷ്ണ. അപ്പൊ KA തുളസിയും ബിന്ദു കൃഷ്ണയുമാണ് നമ്മുടെ നിലവിലെ മന്ത്രിസഭയിലെ 2 വനിതാ മന്ത്രിമാർ. 16ാമത് കേരള നിയമസഭയിൽ എത്ര വനിതാ MLA-മാർ ഉണ്ട് എന്ന് ചോദിച്ചാൽ 11 വനിതാ MLA-മാരാണുള്ളത്. അതിൽ 9 പേര് കോൺഗ്രസിന്റെ ആൾക്കാരും
രണ്ട് പേര് ആരുടെയാണ്? LDFന്റെ ആൾക്കാർ, ഇടതുപക്ഷമാണ്, LDFന്റെ ആൾക്കാരാണ്. അപ്പൊ ഗീതാ ഗോപിയാണ് ആ രണ്ടിൽ ഒരാൾ ആരാണ്? OS അംബികയാണ്. OS അംബിക. ആ രണ്ടുപേരാണ് LDF ഇന്ന് വനിതാ MLA ആയത്. ബാക്കി 9 പേര് UDFന്റെ MLA മാരാണ്. അപ്പൊ ഈ 9 പേര്, UDFന്റെ ഈ 9 പേരിൽ 2 വനിതകളാണ് മന്ത്രിയായിട്ടുള്ളത്. ഒന്ന് KA തുളസിയും, രണ്ടാമത്തത് ആരാണ്? ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണയുടെ വകുപ്പുകൾ നോക്കാം. തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. ബിന്ദു കൃഷ്ണ നല്ലൊരു വീട്ടമ്മയായിരുന്നു എന്നോർക്കുക. അപ്പൊ ബിന്ദു കൃഷ്ണയ്ക്കും എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലോ. അപ്പൊ ബിന്ദു കൃഷ്ണ എന്ത് ചെയ്തു? ബിന്ദുവിന്റെ ഫ്രണ്ട്സിനെയും അതുപോലെ സ്ത്രീകള്, ചുറ്റുവട്ടത്തുള്ള, വീടിന് ചുറ്റുവട്ടത്തുള്ള സ്ത്രീകളെയും ഒക്കെ കൂട്ടിച്ചേർത്ത് എന്തെങ്കിലും ഒരു തൊഴില് ചെയ്യാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ അവര് തെരഞ്ഞെടുത്തത് മൃഗസംരക്ഷണവും അതുപോലെ പാല്, കന്നുകാലി വളർത്തലും അതിൽ നിന്ന് കിട്ടുന്ന പാല് കൊണ്ട് വിൽപ്പനയുമാണ് ഇവര് തൊഴിലായിട്ട് സ്വീകരിച്ചത് എന്ന് ഓർത്താൽ മതി. അപ്പൊ ഇവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടല്ലേ, വനിതകളുടെയും അവരുടെ വീട്ടിലെ കുട്ടികളെയൊക്കെ നോക്കാൻ, വനിതാ ശിശുക്ഷേമത്തിന് വേണ്ടിയിട്ട് ബിന്ദു കൃഷ്ണയും ബിന്ദു കൃഷ്ണ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന്, സ്ത്രീകളെല്ലാം കൂടെ ചേർന്ന് ഒരു തൊഴിൽ കണ്ടെത്താൻ തീരുമാനിച്ചു. അതെന്തായിരുന്നു അവർ കണ്ടെത്തിയ തൊഴില്? മൃഗസംരക്ഷണവും ക്ഷീരവികസനവും ആയിരുന്നു. അപ്പൊ തൊഴില്, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണ. സെറ്റല്ലേ? അടുത്തയിലേക്ക് പോകാം. ഷിബു ബേബി ജോൺ, ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വനം, വന്യജീവി സംരക്ഷണം. സിമ്പിളായിട്ട് ഓർക്കാം. ഈ ബേബികൾക്ക് അല്ലെങ്കിൽ കൊച്ചു പിള്ളേർക്കുണ്ടല്ലോ, കാട്ടിൽ പോകുന്നതും വന്യജീവികളെ ഒക്കെ കാണുന്നതും ഒക്കെ ഭയങ്കര പേടിയാണ്. അപ്പൊ ബേബികൾക്ക് വനത്തിൽ പോകുന്നതും വന്യജീവികളെ ഒക്കെ കാണുന്നതും എന്താണ്? ഭയങ്കര പേടിയാണ് എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഷിബു ബേബി ജോണിന്റെ വകുപ്പ് ഈസി ആയിട്ട് കിട്ടത്തില്ലേ? ബേബി, വനം, വന്യജീവി, പേടി ഓർത്താൽ മതി. അപ്പൊ ഷിബു ബേബി ജോൺ വനം, വന്യജീവി സംരക്ഷണം. ഓക്കെ, അടുത്തത് CP ജോൺ, 21ാമത്തെ മന്ത്രിയാണ് CP ജോൺ. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് റോഡ് ഗതാഗത വികസനമാണ്. CP4 കാർ പാർക്കിംഗ് എന്നോർത്താ. കാർ എവിടെയാ പാർക്ക് ചെയ്യുന്നത്? റോഡിലല്ലേ, എളുപ്പത്തിൽ കിട്ടത്തില്ലേ? ഇദ്ദേഹത്തിന് ഇനിഷ്യലി തന്നെ നമുക്ക് എടുക്കാം. CP4 കാർ പാർക്കിംഗ്, പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട്, റോഡ്, ഗതാഗത വികസനം ഒക്കെ CP ജോൺ ആണെന്ന് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. 21 മന്ത്രിമാരും വകുപ്പുകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിയില്ലേ? കോഡുകളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ക്ലാസ് കാണുക, നോട്ട് വായിക്കുക, കൃത്യമായിട്ട് റിവിഷൻ അടിച്ചോളാം. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇനി പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. ഇനി 5 വർഷം ഇവരല്ലേ ഭരിക്കുന്നത്. ഇനി വരുന്ന മിക്ക പരീക്ഷകൾക്കും ഓരോരുത്തരെ ആയിട്ട് ചോദിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടെങ്കിലും ഈ ഒരു ക്ലാസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്ലാസ് കണ്ടിട്ടേ പോകാവൂ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.